ഹലോ ആൻഡ് വെൽക്കം ടു മോഡസി ഡ്രൈവ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ലെജൻഡ് എന്ന് പറയാൻ പറ്റും. റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റേബിളിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ് UCE എൻജിൻ ഉള്ളതല്ല, AVL എൻജിനുള്ള തണ്ടർബേർഡ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എനിക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ഹ്രസ്വകാലത്തേക്ക് മാത്രം ഉണ്ടായിരുന്നൊരു മോഡലാണ് തണ്ടർബേർഡിൻ്റെ AVL എൻജിൻ. AVL എൻജിൻ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ UCE എൻജിനിലോട്ട് പോയപ്പോഴത്തേക്കും UCE എൻജിൻ്റെ ഉള്ള ബുള്ളറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുടിഞ്ഞ വൈബ്രേഷനാണ്. ശരീരമാസകലം എനിക്ക് ക്ലാസിക് 500 ഉണ്ടായിരുന്നു. നമ്മൾ ലോങ് റൈഡൊക്കെ നല്ല കൈ കൊടുത്ത് പോവുകയാണെങ്കിൽ തിരിച്ച് വന്നിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അതുപോലത്തെ വൈബ്രേഷനാണ്. എന്നാൽ വൈബ്രേഷൻ തീരെ ഇല്ലാതെ നിങ്ങൾ കറക്റ്റ് പറഞ്ഞ ഒരു ട്രെയിൻ യാത്രയ്ക്ക് സമാനമായ രീതിയിലുള്ള റൈഡ് സമ്മാനിക്കുന്നൊരു ബൈക്കായിരുന്നു തണ്ടർബേർഡ് AVL. റോയൽ എൻഫീൽഡിൻ്റെ നേതൃത്വത്തിൽ AVL എന്ന് പറഞ്ഞ ഓസ്ട്രിയൻ എഞ്ചിൻ ആ റോയൽ എൻഫീൽഡിൻ്റെ തമ്പ് കളയാതെ അതേപോലെ റീക്രിയേറ്റ് ചെയ്തൊരു എഞ്ചിനാണ് തണ്ടർബേർഡിൻ്റെ AVL എഞ്ചിൻ. AVL എഞ്ചിൻ എന്ന് പറയുന്ന AVL ആണ് ആ എഞ്ചിൻ ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ അവരാണ് അത് മാനുഫാക്ചർ ചെയ്തത്, അല്ലെങ്കിൽ ഡിസൈൻ അവരുടെ ആയിരുന്നു. അവന്മാരുടെ റോയൽ എൻഫീൽഡ് ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ പഴയ കാസ്റ്റ് അയൺ എഞ്ചിൻ്റെ പോരായ്മയായിരുന്നു. കാസ്റ്റ് അയൺ എഞ്ചിൻ ആയതുകൊണ്ട് ഓവർ ഹീറ്റ് ആവുന്നുള്ള പ്രശ്നം അത് മാറണം, പ്ലസ് ആ തമ്പ് പോവുകയും ചെയ്യില്ല, ലോങ് സ്ട്രോക്ക് ആയിരിക്കണം. ഈ ഒരു ക്രൈറ്റീരിയൊക്കെ ടിക്ക് ചെയ്ത് വന്നൊരു എഞ്ചിനാണ് AVL. AVL പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി ഭയങ്കര സ്മൂത്താണ്. സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ് ആണ്. നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസിക് 350 പോലെ വലിഞ്ഞു കയറി പോകത്തില്ല, എന്നാൽ നല്ല മെച്യൂർ ആയിട്ടുള്ള ആക്സലറേഷൻ ആണുള്ളത്. എനിക്ക് തീരെ മോശവുമല്ല. പ്ലസ് എല്ലാ RPM ഒരേ രീതിയിലുള്ള സ്മൂത്ത്നെസ് ആണ് ആ എഞ്ചിന് കിട്ടിക്കുന്നത്. അതിൻ്റെ ഒരു തമ്പിന് എന്തോ ഒരു പ്രത്യേകത, ഒരു നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു തമ്പും ആ ഒരു റിഫൈൻമെൻ്റ് ആണ് ഈ ഒരു മോഡൽ, ഈ ഒരു AVL സീരീസ് ബുള്ളറ്റ് സമ്മാനിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു AVL, ഞാൻ നേരത്തെ പറഞ്ഞത് അലൂമിനിയം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിന് ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ ഭയങ്കര സെറ്റപ്പായിരുന്നു, വലിയ ഓവർ ഹീറ്റൊന്നും പോകത്തില്ല. പ്ലസ് ഈ മോഡലിന് ഭയങ്കര പണിയും കുറവായിരുന്നു കമ്പയർ ടു അയൺ കാസ്റ്റ് അയൺ എഞ്ചിന്. പക്ഷേ എല്ലാപ്പോഴത്തെ പോലെ തന്നെ റോയൽ എൻഫീൽഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാനുഫാക്ചറാണ്. കാരണം അവന്മാർ കുറേ മോഡൽസ് കൊണ്ടുവരും. ഹിമാലയൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഡ്യൂക്കാറ്റി മൾട്ടിസ്ട്രാഡ ഡിസൈൻ ചെയ്ത സെയിം ഡിസൈനിലാണ് ഹിമാലയൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ അവന്മാർ നല്ല ഡിസൈൻ മോഡലൊക്കെ കൊണ്ടുവന്നിട്ട് അവന്മാർ എപ്പോഴും കോസ്റ്റ് കട്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽസിലായിരിക്കും. റോയൽ എൻഫീൽഡിലെ ഏറ്റവും വലിയ പോരായ്മ അത് തന്നെയാണ്. ഇതേ സെയിം സംഭവം തന്നെയാണ് AVL എഞ്ചിനകത്തും പറയാനുള്ളത്. എൻ്റെ റോയൽ എൻഫീൽഡ് ഞാൻ നേരെ വർക്കിന് രാവിലെ കൊണ്ടുപോയി നേരെ CMS കോളേജിൻ്റെ അവിടെ പോയിട്ട് ഡോക്ടറെ കാണാനുണ്ട്. CMS കോളേജിൽ പോയിട്ട് ഞാൻ ബൈക്ക് വെക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചു പോയ ബൈക്ക് തിരിച്ചു വന്നിട്ട് കിക്ക് ചെയ്തിട്ട് അനക്കമില്ല. സെൽഫില്ലാത്ത മോഡലാണ്, കിക്ക് തന്നെ ചെയ്തെടുക്കണം. കംപ്രഷൻ അടിച്ചു നോക്കി ഒരു രക്ഷയില്ല, വണ്ടി അനങ്ങുന്ന പോലുമില്ല. നേരെ അടുത്തുള്ള തള്ളാൻ പറ്റത്തില്ലല്ലോ, നേരെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇത് ബുള്ളറ്റാണ്, പക്ഷേ ഞങ്ങൾ പുതിയത് പണിയത്തില്ല, പഴയതേ പണിയത്തില്ല, ഇലക്ട്രോണിക് ബുള്ളറ്റ് എന്തോ പ്രത്യേകത ഉണ്ടെന്നും പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. നേരെ വണ്ടി നേരെ AC കയറ്റി നേരെ ഞാൻ കോട്ടയത്തു നിന്ന് നമ്മുടെ ചാലൂക്കുന്ന് കഴിഞ്ഞൊരു സ്റ്റോപ്പുണ്ട്, അവിടെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ബുള്ളറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ ചേട്ടൻ പറഞ്ഞു 3 ദിവസം വേണമെന്ന് പറഞ്ഞു. 3 ദിവസം വെച്ചു. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു വരണം, തിരക്ക് കഴിഞ്ഞ് പുള്ളി ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു കോയിൽ എന്ന് പറഞ്ഞ സാധനം ഒരു കൈ തന്നു പറഞ്ഞു ഇത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ കോയിൽ തപ്പി ഞാൻ പോയപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഓരോ വർഷവും ഓരോ ടൈപ്പ് കോയിലാണ് വന്നേക്കുന്നത്. 2003 മോഡലാണ് എൻ്റെ ബൈക്ക്. 2003 കോയിലല്ല, 2004 കോയിൽ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഈ സെയിം കോയിൽ തന്നെ നമ്മൾ നോക്കി മേടിച്ചില്ലെങ്കിൽ ഒരിക്കലും സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ കുറേ നടന്ന് അതിൻ്റെ കോയിൽ കിട്ടി മേടിച്ചിട്ടു, വണ്ടി ഓടാൻ തുടങ്ങി, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ നല്ല ത്രസിപ്പിക്കുന്ന യാത്രാ സുഖമുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരമൊക്കെ വരെ പോയിട്ട് സുഖമായിട്ട് തിരിച്ചോടിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടാണ് ഈ ഒരു AVL എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലോങ് ഒക്കെ പോകാൻ ഭയങ്കര ഉത്സാഹമാണ് ഈ ഒരു തണ്ടർബേർഡും കൊണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രസ്തുത തണ്ടർബേർഡും കൊണ്ട് ഞാൻ 350 UCE എഞ്ചിൻ അല്ല പറഞ്ഞ AVL എഞ്ചിൻ. സോ അങ്ങനെ കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഓട്ടത്തിനിടയ്ക്ക് ഒരു 10:30-11 മണിക്ക് പിന്നെ ഒരു മിസ്സിങ് വന്നു, വണ്ടി ഓഫായി പോയി. മിസ്സിങ് വന്ന സാധാരണ ഞാൻ നേരത്തെ ഉപയോഗിച്ചുള്ള കരിസ്മയൊക്കെയാണ്. കരിസ്മയ്ക്കകത്തൊക്കെ മിസ്സിങ് വന്ന കാർബോറേറ്ററിനകത്ത് 2 തട്ട് കൊടുത്താൽ ഓണായി വരും. ഇതിനങ്ങനെയല്ല, മിസ്സിങ് വന്നിട്ട് വണ്ടി ഫുള്ള് ഡെഡായി പോവാണ്. പിന്നെ ആ കോയിലിനെ കത്തിപ്പോയി, പിന്നെയും മാറ്റിയിട്ടു. അങ്ങനെ 2-3 പ്രാവശ്യം കോയിൽ കത്തിപ്പോയപ്പോഴത്തേക്കും എനിക്ക് മതിയായി. അങ്ങനെയാണ് ഞാൻ നമ്മുടെ തണ്ടർബേർഡ് AVL കൊടുത്തത്. പ്ലസ്
ഞാൻ ആദ്യം എടുത്തപ്പോൾ വിചാരിച്ചു ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ അല്ല ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്കാണ്. ഡ്രം ബ്രേക്കിന് മുടിഞ്ഞ വലിപ്പമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതനുസരിച്ചുള്ള സ്റ്റോപ്പിംഗ് പവർ കാണും, അപ്പോൾ ഭയങ്കര സേഫ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ വീടിനപ്പുറത്തുള്ള ചേട്ടൻ പുതിയ സിറ്റിയൊക്കെ എടുത്തിട്ട് പോകുന്ന വഴിക്ക് പുള്ളി ഒന്ന് ബ്രേക്ക് പിടിച്ചു, ഞാനും ബ്രേക്ക് പിടിച്ചു. സിറ്റി കറക്റ്റായിട്ട് നിന്നു. എൻ്റെ തണ്ടർബേർഡ് സിറ്റി ഇടിച്ച് അതിൻ്റെ ബമ്പറെല്ലാം കൂടെ ഒടിഞ്ഞ് 2 പീസ്. 23,000 രൂപയാണ് അന്ന് ബില്ല് വന്നത്. പിന്നെ പുള്ളി എൻ്റെ ഒരു നിപ്പ് കണ്ടിട്ട് കഷ്ടം തോന്നിട്ട് പുള്ളി പറഞ്ഞൊന്നും തരണ്ട, പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് ക്ലെയിം ചെയ്തെടുക്കാനും എളുപ്പമായി. അതും കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് AVL തണ്ടർബേർഡിനോട് വിട പറയേണ്ടി വന്നു. എന്നാലും ഞാൻ ഉപയോഗിച്ച് വെച്ച് എനിക്ക് ക്ലാസിഫയർ ഉണ്ടായിരുന്നു. ഞാൻ 2 മോഡലേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാസ്റ്റ് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ച് വെച്ച് അല്ലെങ്കിൽ UCE എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ AVL തന്നെയാണ്. ഇപ്പോഴും AVL എഞ്ചിൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭയങ്കര മനസ്സിലേക്ക് കുറേ ഓർമ്മകളുള്ളൊരു മോഡൽ തന്നെയാണ്. സോ തണ്ടർബേർഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ AVL ആണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു 40,000-50,000 രൂപയ്ക്കൊക്കെ റേറ്റിന് കിട്ടുമെന്ന് തോന്നുന്നു. മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വയറിംഗ് കിറ്റ് ഫുള്ളായിട്ട് മാറണം, കോയിൽ മാറണം, അങ്ങനെ ചെറിയ ചില മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു സുഖകരമായൊരു യാത്ര സമ്മാനിക്കുന്ന ഒരു ബൈക്കാക്കി മാറ്റാൻ പറ്റും AVL തണ്ടർബേർഡ്. അതിനകത്തൊരു മാറ്റവുമില്ല. മറ്റേതുപോലെ വികാരമില്ലാത്ത ഒന്ന് നല്ല യാത്രാ സുഖം, ഒരു പ്രത്യേക അനുഭൂതി തരുന്നൊരു ബൈക്കാണ് AVL സീരീസിലെ തണ്ടർബേർഡ്. സ്റ്റിൽ ഐ ലവ് ഇറ്റ്, എന്തൊക്കെ ഫ്ലോസ് ഉണ്ടെങ്കിലും.